ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വിൻസ് അമേസിങ് വേൾഡ്. ഇന്ന് ഗോവ ട്രിപ്പിൻ്റെ ലാസ്റ്റ് ഡേ ആണ് കേട്ടോ. നമ്മളപ്പോൾ സ്വിഗ്ഗിയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കൊണ്ടുവന്ന് കഴിച്ച് എല്ലാവരും റെഡിയായി ഞങ്ങൾ പോവാണ്. അപ്പോൾ ഈ റിസോർട്ടിന് വിട്ട് പോകുമ്പോൾ എല്ലാവർക്കും സങ്കടമായിരുന്നു. 2 ദിവസം ഇവിടെ അടിച്ച് പൊളിച്ചിരുന്നു. അപ്പോൾ ഞങ്ങൾ വണ്ടിയിൽ കയറി. എല്ലാവർക്കും ഇന്നൊരു സങ്കടം പോലെ കേട്ടോ. ഇന്ന് ലാസ്റ്റ് ഡേ ആയതുകൊണ്ടായിരിക്കും. ഇപ്പോൾ നമ്മൾ പോകുന്ന ഷോപ്പിങ്ങിനാണ് കേട്ടോ. ആക്ച്വലി ഞങ്ങളുടെ ബിഗ്ഗസ്റ്റ് ലോസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ പഞ്ചിമിലൊക്കെ പോയ സമയത്ത് അവിടെ നിന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഷോപ്പിംഗ് നടത്തേണ്ടത്. അവിടെ നല്ല കുറേ പോസിബിലിറ്റീസ് ഉണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങൾ വിലക്കുറവിലൊക്കെ കിട്ടും. പക്ഷേ എന്താ പറയുക, സാഹചര്യങ്ങൾ മൂലം അവിടുന്ന് കുറേ ഒന്നും ഷോപ്പിംഗ് ചെയ്യാൻ പറ്റിയില്ല, കുറച്ചേ വാങ്ങാൻ പറ്റിയുള്ളൂ. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ സൺഡേസ് ഗോവയിൽ അത്ര അധികം മൂവ്മെൻറ്റ് ഉണ്ടാവാറില്ല. അല്ലെങ്കിൽ ഗോവയിൽ ഉച്ചയ്ക്ക് വൈകുന്നേരമൊക്കെയാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. മീൻസ് എല്ലാവരും ഒന്ന് പുറത്തിറങ്ങുക. അപ്പോൾ ഈ ടൂറിസ്റ്റൊക്കെ അല്ലേ, അപ്പോൾ എല്ലാവരും വൈകുന്നേരങ്ങളിലാണ് ബീച്ചിലൊക്കെ പോവുക. അപ്പോൾ ഇതൊക്കെ ബീച്ചിലും ബാക്കി സ്ഥലങ്ങളിലൊക്കെ വൈകുന്നേരങ്ങളിലാണ് മൂവ്മെൻറ്റ് ഉണ്ടാവുക. പിന്നെ ഈ ഫോർട്ട്, പിന്നെ ഇതുപോലെ ചർച്ച്, അവിടെയൊക്കെ മാത്രമേ ഡേ ടൈമിൽ അധികം മൂവ്മെൻറ്റ് ഉണ്ടാവൂ. പിന്നെ നമ്മൾ ആദ്യം പോയ ടെമ്പിളിലൊക്കെ. അപ്പോൾ നമ്മളിപ്പോൾ കോൾവേയിലേക്കാണ് പോകുന്നത്. അപ്പോൾ ഷോപ്പിങ്ങിന് കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് ആൾ പിന്നെ പറഞ്ഞു ആ ഭാഗത്തേക്ക് പോകാൻ പറ്റൂല, അങ്ങോട്ടേക്ക് ഡ്രോപ്പ് ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ നടന്നിട്ട് പോകണം എന്നൊക്കെ പറയുമ്പോൾ എന്താ പറയുക, ഞങ്ങൾ പറഞ്ഞു വേണ്ട, ഞങ്ങൾ വേറെ ഓപ്ഷൻ നോക്കാമെന്ന് പറയുമ്പോൾ പിന്നെ ബിഗ് ഫൂട്ടിലേക്ക് പോകാനായിട്ടോ. അപ്പോൾ ഞാൻ ഈ കാണിക്കുന്ന വീഡിയോയിലൊക്കെ ഗോവയിലെ പരമ്പരാഗതമായ വീടുകളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, വീട് കെട്ടിടങ്ങളൊക്കെ. അപ്പോൾ പുതിയ കെട്ടിടങ്ങളൊക്കെ ഉണ്ടെങ്കിലും പഴയതും ഉണ്ട് കേട്ടോ. ഇപ്പോൾ നമ്മൾ പോകുന്നത് ബിഗ് ഫൂട്ട് എന്ന് പറഞ്ഞ് ഒരു മ്യൂസിയത്തിലേക്കാണ്. ഞങ്ങളെ കൂട്ടത്തിൽ 3-4 ആൾക്കാർ വന്നിട്ടുണ്ട്, ഞാനുൾപ്പെടെ മുൻപ് വന്നിട്ടുണ്ട്. ഒരു 6 കൊല്ലം മുമ്പാണ് കേട്ടോ. വേദ്യ നന്നേ ചെറുതായിരുന്നു, കൈക്കുഞ്ഞായിരുന്നു, ഒരു 4-5 മാസമുള്ള കുട്ടിയായിരുന്നു. ആ സമയത്തായിരുന്നു ഞങ്ങൾ വന്നത്. നമ്മളെ ടൈം അഡ്ജസ്റ്റ് ചെയ്യാനും നല്ലൊരു ടൈം സ്പെൻഡ് ചെയ്യാനും ബിഗ് ഫൂട്ട് നല്ലൊരു ഓപ്ഷനായിട്ട് തോന്നി. അപ്പോൾ അവിടെ എല്ലാവരും വന്നു എന്ന് ഉറപ്പ് വരുത്തി പാർക്കിങ്ങിൽ ഇറങ്ങി. ഇതാണ് കേട്ടോ ബിഗ് ഫൂട്ട്. ഇവിടെ എന്താണെന്ന് വെച്ചാൽ പഴയ കാലത്തെ ഗോവയുടെ ചരിത്രം അതിങ്ങനെ സ്റ്റാച്ചു ഒക്കെ ആയിട്ട് നമുക്കിങ്ങനെ കാണിച്ചു തരുന്നതാണ് കേട്ടോ. ഈ പുറത്തത്തെ ബിൽഡിംഗ് തന്നെ ഒരു നല്ലൊരു ആകർഷകമായ ഒന്നല്ലേ. ഇവിടെ ഒന്നും വില മാത്രം ചോദിച്ചു പോകരുത് കേട്ടോ, കരഞ്ഞു പോകും. നല്ല വിലയുണ്ട് ഓരോ ഐറ്റത്തിനും. പിന്നെ ടൂറിസ്റ്റ് സ്പോട്ടെന്ന് പറയുമ്പോൾ നമുക്കൊന്നും പറയാനൊന്നും പറ്റില്ല. ടിക്കറ്റ് എടുത്തു കേട്ടോ. ഇവിടെ ഒരാൾക്ക് ടിക്കറ്റിന് 150 പിന്നെ അതിൻ്റെ കൂടെ ക്യാമറ എടുക്കുകയാണെങ്കിൽ അതിനും, അതായത് നമ്മൾ മൊബൈൽ ഫോണിൽ എടുക്കുകയാണെങ്കിലും അതിനൊരു ചെറിയ ഫീ ഉണ്ട്. അതുകൊണ്ട് ഒരു 2 ആൾ മാത്രമേ എടുത്തുള്ളൂ. ഇത് പഴയ കാലത്തെ ഫാനാണ് കേട്ടോ. അത് ഇവർ പ്രവർത്തിക്കുന്നത്, നമ്മുടെ കൂടെയുള്ള ഗൈഡ് അതിൻ്റെ ആക്ച്വലി ആ കയറ് വലിക്കുന്നുണ്ട് കേട്ടോ ഈ സൈഡിൽ നിന്ന്. പിന്നെ അവർ നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. അത് മാത്രമല്ല, ഈ ഒരു വോയിസ് റെക്കോർഡറിലായിട്ട് അവർ ഓരോ ബാച്ച് ആൾക്കാരെയും ഓരോ തവണയും കേൾപ്പിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത് പരശുരാമൻ്റെ ഒരു സ്റ്റാച്ചു ആണ് കേട്ടോ. അപ്പോൾ ഈ കൊങ്കൺ ദേശം, ഈ കേരളം മുതൽ ഈ കൊങ്കൺ കോസ്റ്റ് മുഴുവനും പരശുരാമൻ മഴുവെറിഞ്ഞ് ഉണ്ടായതെന്നുള്ള ആ ഒരു കൺസെപ്റ്റ് എല്ലാവർക്കും ഉണ്ട്. കേരളം മാത്രമല്ല, ഈ കൊങ്കൺ കോസ്റ്റ് മുഴുവനും. ഓക്കെ. അപ്പോൾ ഇവിടെ എന്താണെന്ന് വെച്ചാൽ ഓരോ സ്റ്റാച്ചുൻ്റെ അടുത്തും അവർ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇതൊരു എന്താ പറയുക, ഉപ്പുപാടമില്ലേ, അതാണ് കേട്ടോ. അവിടെ പണിയെടുക്കുന്ന ഒരു സ്ത്രീയുടെ സ്റ്റാച്ചു ആണ്. പിന്നെ ഫിഷർമാനും അവരുടെയൊക്കെ ഉണ്ട്. ഇത് കണ്ടോ, വലയായിട്ട് പോകുന്ന 2 ഫിഷർമാനാണ്. പിന്നെ ഈ തേങ്ങ പൊതിക്കുന്ന 2 ആൾക്കാർ. അപ്പോൾ തേങ്ങയൊക്കെ റിയലാണ് കേട്ടോ. ഞാനിങ്ങനെ വീഡിയോ എടുത്ത് നടക്കുന്നതുകൊണ്ട് തന്നെ കുറച്ച് മെല്ലെയായിരുന്നു കേട്ടോ.
അപ്പോൾ ഇവിടെ എല്ലാവരും ഇങ്ങനെ സെൽഫീസും ഫോട്ടോസൊക്കെ എടുക്കുന്ന തിരക്കിലാണ്. ഓരോ സ്റ്റാച്ചുവിൻ്റെയും കൂടെയൊക്കെ ഫോട്ടോ എടുക്കുന്നുണ്ട് കുട്ടികൾ. ഇങ്ങനെ വീഡിയോ എടുത്ത് ഫോട്ടോ എടുത്തൊക്കെ നമ്മൾ മുന്നോട്ട് പോയി കേട്ടോ. അങ്ങനെ ഓരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ആൾക്കാരുടെ സ്റ്റാച്ചു ആണ്. പിന്നെ ഇത് നല്ല രസമുണ്ടല്ലേ കാണാൻ. പിന്നെ നമ്മളൊരു ഫോട്ടോ ബൂത്തിനടുത്ത് എത്തിയിട്ടോ. അപ്പോൾ എൻ്റെ ഫ്രണ്ടാണെങ്കിൽ ആദ്യം തന്നെ കയറി നിന്നു. എന്നിട്ട് എൻ്റെ അടുത്ത് ഫോട്ടോ എടുക്കാൻ പറയാണ്. അപ്പോൾ തിരിച്ച് എൻ്റെ ഫോട്ടോയും കൂടി എടുത്തു തരാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വെറുതെ ഒരു രസത്തിന്, ഫോട്ടോ എവിടെ ഇടാനല്ല, വെറുതെ ഒരു രസത്തിനാണ്. ഇങ്ങനെ ഫോട്ടോ എടുത്തു. പിന്നെ ഇത് ഓരോ രൂപത്തിലുള്ള ആൾക്കാരുടെ ഓരോ വേഷവിധാനങ്ങൾ, അവരോരോ പണികളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സ്റ്റാച്യൂസാണ്. ഇതൊരു ഫെന്നി ഉണ്ടാക്കുന്ന ഫാക്ടറീൻ്റെ ആണ് കേട്ടോ. ആ ബാക്കിൽ, ഏറ്റവും ബാക്കിൽ അതിൻ്റെ സാധനങ്ങളൊക്കെ ഉണ്ട്. നമ്മുടെ നാട്ടിൽ മറ്റേ എന്താ ചാരായം ഇതൊക്കെ ആക്കുന്ന പോലെ തന്നെയാണ് ഇവർ ഈ ഫെന്നി ഉണ്ടാക്കുന്നത്. ആ കശുമാങ്ങ കൊണ്ട് ഉണ്ടാക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ അതിൻ്റെ പ്രോസസ്സ് എഴുതിയിട്ടുണ്ട് കേട്ടോ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള പ്രോസസ്സ് എഴുതിയിട്ടുണ്ട്. പിന്നെ കുട്ടികൾ ഇവിടെ അടുത്ത ഫോട്ടോ എടുക്കാനുള്ള തയ്യാറെടുപ്പിലാണ്. പിന്നെ നമ്മൾ കുറച്ചും കൂടി മുന്നോട്ട് പോയി. അപ്പോൾ ഇടയ്ക്ക് ഇങ്ങനെ കുറേ വേറെ വേറെ കാഴ്ചകളുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കുറേയൊക്കെ ഞാൻ വീഡിയോ എടുത്തു. ഇത് ഒരു എന്താ പറയണേ, ഒരു കുളത്തിനടുത്ത് തുണി അലക്കുന്ന ഒരു സ്ത്രീയാണ്. അവരുടെ അടുത്ത് ഈ സോപ്പ് കായൊക്കെ ഉണ്ട്. സോപ്പ് കായ റിയലായിട്ട് അവർ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് തുണികളൊക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻലി പണ്ട് കാലത്ത് ഈ ഗോവയിലുള്ള ആൾക്കാരുടെ ജീവിതമാണ് ഉദ്ദേശിക്കുന്നത് നമുക്ക് മുന്നിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. പഴയകാല ചരിത്രം, അവരെങ്ങനെ ജീവിച്ചു, അവരുടെ ഇൻകം എന്തായിരുന്നു, അവരുടെ ഫുഡ് എന്തായിരുന്നു എന്നൊക്കെയാണ് ഈ മ്യൂസിയത്തിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. അവർ നമുക്ക് കാണിച്ചു തരുന്നത്. അപ്പോൾ അടുത്തൊരു ഫോട്ടോ ബൂത്തിലും കൂടി എത്തി. അവിടെ നിന്നൊരു ഫോട്ടോയും കൂടി എടുത്തു കേട്ടോ. ഇവിടെ എന്തോ അമ്പലം പോലെ വെച്ചിട്ടുണ്ട്, വിളക്കൊക്കെ ഉണ്ട് കേട്ടോ. അതും എന്തോ ഒരു ഇത് കാണിക്കാൻ വേണ്ടിയിട്ടാണ്, എന്തോ ഒരു ചരിത്രം പറയാൻ വേണ്ടിയിട്ടാണ്. ആക്ച്വലി ഞാനത് ആ വീഡിയോ എടുക്കുന്നതിനിടയിൽ ഫുള്ള് വായിച്ചില്ല, ബിക്കോസ് മറ്റുള്ളവരൊക്കെ മുന്നിലെത്തിയിട്ടുണ്ടായിരുന്നു ഞാനിങ്ങനെ മെല്ലെ മെല്ലെ വീഡിയോ എടുത്ത് പോകുമ്പോൾ. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ കയറിയത് ഒരു ചെറിയൊരു സ്റ്റാളിലേക്കാണ് കേട്ടോ. അവിടെ ഒരു ചേച്ചി അവരുടെ പ്രോഡക്ട്സൊക്കെ വിൽക്കുന്നുണ്ട്. ഇതിൽ ആക്ച്വലി ജെല്ലി മിഠായി, പിന്നെ ഇമ്ലി മിഠായി, പിന്നെ മാങ്ങ വെച്ചിട്ട് ഉണ്ടാക്കുന്ന മാങ്ങ ഈ വെയിലത്ത് ഇട്ട് ഉണക്കി ഉണ്ടാക്കുന്ന ഒരു സ്നാക്കില്ലേ, എനിക്കതിൻ്റെ മലയാളം വേർഡ് എനിക്ക് അറിയില്ല. അംസാട്ടെന്നാണ് കൊങ്കണിയിൽ പറയാം കേട്ടോ. അതാണ് ഇവിടെ ഉണ്ടായിരുന്നത്. പിന്നെ ചക്കയുടെയും 2 വിഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ചോക്ലേറ്റ്സ് ആണ്. ആ ചോക്ലേറ്റ്സ് ആണെങ്കിൽ നമുക്ക് നാട്ടിൽ ഇഷ്ടംപോലെ കിട്ടുന്ന സാധനമാണ്. ജെല്ലി ചോക്ലേറ്റും ആ സ്റ്റോണിൻ്റെ ചോക്ലേറ്റും ഒക്കെ ആയിരുന്നു. അത് നമുക്ക് ആവശ്യമില്ലല്ലോ. അപ്പോൾ ഞാൻ ആ മാങ്ങയുടെ സാധനം എടുത്തു. പിന്നെ ജെല്ലി ചോക്ലേറ്റും വാങ്ങി. പിന്നെ ഒരു കാജു ബർഫിയും കൂടി എടുത്തു കേട്ടോ. ആ ചേച്ചിക്ക് സന്തോഷമായി. നമ്മുടെ ഗ്രൂപ്പിൽ നിന്ന് അത്യാവശ്യം ആൾക്കാരൊക്കെ വാങ്ങി കേട്ടോ. അവിടുന്ന് നമ്മൾ കയറിയത് വേറൊരു ഹാളിലേക്കാണ്. ഒരു വലിയൊരു ക്ലാസ് റൂമിൻ്റെ വലിപ്പത്തിലുള്ളൊരു റൂമാണ് കേട്ടോ. അതിന് 4 ചുറ്റിലും വാതിലൊക്കെ ഉണ്ട്. അപ്പോൾ അവിടെ ഇങ്ങനെ ഈ ഐ ലവ് ഗോവ കൊത്തിയിട്ടുള്ള കപ്സ്, ഫ്രിഡ്ജ് മാഗ്നറ്റ് ഒക്കെ ആയിരുന്നു കേട്ടോ. കപ്പിൻ്റെ കോഫി മഗ് ഉണ്ട്, ടീ കപ്സ് ഉണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ഇതിൽ ഐ ലവ് ഗോവ എന്നൊക്കെ കുത്തിയിട്ടുണ്ട്. സെറ്റായിട്ടുണ്ട്, സിംഗിളായിട്ടുണ്ട്. ഞാൻ സിംഗിളായിട്ടുള്ള ഒരു ചെറിയൊരു കപ്പ് വാങ്ങിയിട്ടോ. അതൊരു ഓർമ്മയ്ക്കായിട്ട് വാങ്ങുന്നതാണ്, ശരിക്കും ചായ കുടിക്കാൻ വേണ്ടി വാങ്ങുന്നതല്ല. പിന്നെ ഇവിടെ കുറേ ടോയ്സും ഉണ്ട്. നമുക്ക് ഈ ഇതിന് വെക്കാൻ പറ്റുന്ന, ഷോ കേസിൽ വെക്കാൻ പറ്റുന്ന കുറേ ഐറ്റംസും ഉണ്ട് കേട്ടോ.
ഞാനാണെങ്കിൽ ചെറിയ ഐറ്റംസ് നോക്കുമായിരുന്നു, കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റിയ ചെറിയ ചെറിയ ഐറ്റംസ് എന്തെങ്കിലും ഉണ്ടോയെന്ന്. അങ്ങനെ വേദിക്കും ശ്രേയസിനും 2 പെൻസിൽ ബോക്സ് വാങ്ങി. പിന്നെ ഞാൻ 2 കമ്മൽ വാങ്ങി കേട്ടോ, ഹാങ്ങിങ്സ്. ഈ ഷെല്ലിൻ്റെ ഇതിലുള്ള 2 ഹാങ്ങിങ്സ് വാങ്ങി. പിന്നെ ഈ ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടല്ലോ, അത് ശരിക്കും പറഞ്ഞാൽ ഞാൻ കുറേ വാങ്ങി കേട്ടോ ഇത്തവണ. എന്താ പറയുന്നത്, ഞങ്ങളുടെ ഫ്രിഡ്ജിലിപ്പോൾ നിറച്ചും ഫ്രിഡ്ജ് മാഗ്നറ്റാണ്. ഞാൻ എത്ര വാങ്ങിയെന്ന് എനിക്ക് എന്നറിയില്ല, ഡിഫറെൻറ്റ് ഡിസൈനിലുള്ളതാണ് വാങ്ങിയത്. അപ്പോൾ കാണുമ്പോൾ അത് അടിപൊളി ഉണ്ട്, അപ്പോൾ നമുക്ക് വാങ്ങണം എന്നൊക്കെ തോന്നും. അപ്പോൾ ഞാൻ മറ്റ് സാധനങ്ങൾ വാങ്ങിയതിനേക്കാളും കൂടുതൽ ഫ്രിഡ്ജ് മാഗ്നറ്റാണ് വാങ്ങിയെന്ന് തോന്നുന്നു. പിന്നെ ഇവിടുത്തെ ഒരു കാര്യം എനിക്ക് ഇഷ്ടമായെന്ന് പറഞ്ഞാൽ, നമ്മൾ എന്തെങ്കിലും വാങ്ങിയാലും വാങ്ങിയില്ലെങ്കിലും അവർക്കൊരു കുഴപ്പമില്ല. അവരിങ്ങനെ അവിടെ നിൽക്കുന്നുണ്ടാവും. നമ്മൾ വാങ്ങുവാണെങ്കിൽ അവർ നമുക്ക് സാധനം പാക്ക് ചെയ്ത് തരും, പൈസയും വാങ്ങും. ബാർഗെയിനിങ് ഒന്നുമില്ല കേട്ടോ. ബാർഗെയിനിങ് ചോദിച്ചാലേ തന്നെ പറയും ഇതൊക്കെ ഫിക്സ്ഡ് ആണെന്ന്. ആ ഒരു ഒറ്റ ഉത്തരം മാത്രമേ ഉള്ളൂ. ഈ ഹാങ്ങിങ്സ് ഞാനൊന്ന് വാങ്ങിട്ടോ. സിമ്പിളായി തോന്നി എനിക്ക്. അല്ലെങ്കിൽ സിമ്പിളായ ഇയറിങ്സാണ് ഇഷ്ടം, അധികം വലിച്ചു വാരി ഇടുന്നത് എനിക്കിഷ്ടമല്ല. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നോക്കിയതേ ഉള്ളൂ. ഒരു 6 മാസം മുമ്പ് ഹസ്ബൻഡ് വന്നിട്ടുണ്ടായിരുന്നു ഫ്രണ്ട്സിൻ്റെ കൂടെ ഗോവയിൽ. അപ്പോൾ എനിക്ക് ഓൾറെഡി ഈ ഷെല്ലിൻ്റെ നെക്ലസ്സൊക്കെ വാങ്ങി കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വീണ്ടും വാങ്ങുന്നത് വേണ്ടല്ലോ. അപ്പോൾ ഞാനിങ്ങനെ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ എന്നെ നോക്കി എൻ്റെ കൂടെ നിൽക്കുകയാണ് 2 ആളും. ഞാനിതൊന്നും വാങ്ങിയതൊന്നും അല്ല കേട്ടോ, വെറുതെ ഇങ്ങനെ വീഡിയോ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഉദ്ദേശം മനസ്സിലായ ആ ചേച്ചി എന്നെ പറഞ്ഞേക്കും. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഞാൻ ഓരോ സാധനം ഇങ്ങനെ തൊട്ട് നോക്കിയിട്ട് അതിൻ്റെ വീഡിയോ എടുക്കുന്നുണ്ട്. അങ്ങനെ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ പുറത്തിറങ്ങി. പിന്നെ ഇത് ഏതൊരു ഷോപ്പാണ് കേട്ടോ. പിന്നെ ഇതും അങ്ങനെ തന്നെ. ഇവിടെ ഒരു വീടാണ്. ഇതൊരു സ്വീറ്റ് ഷോപ്പാണ്. അതിനിടയ്ക്ക് നമ്മൾ വൈകുന്നേരം പോകുന്ന ടിക്കറ്റിൻ്റെയും കൂടി നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. വൈകുന്നേരം അല്ല, രാത്രിക്കാണ് ട്രെയിന്. അപ്പോൾ ടിക്കറ്റ് 2-3 ആൾക്കാരുടെ വെയിറ്റിംഗ് ലിസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒരു ഫ്ലവർ ഷോപ്പാണ്. പിന്നെ ഇവിടെ ഒരു പഴയകാല വീടാണ് ഗോവയുടെ. അതായത് പഴയ കാലം എന്ന് പറയാൻ പറ്റില്ല, ഒരു 10-20 കൊല്ലം മുമ്പ് വരെ ഇതുപോലുള്ള വീടൊക്കെ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിലായാലും നമ്മൾ കണ്ടിട്ടുണ്ട്. ഈ പെയിൻറ്റിങ്സും സ്ട്രക്ചറും ഇതുപോലെ അല്ലെങ്കിലും ഇപ്പോൾ തുളസിത്തറയൊക്കെ നമ്മുടെ വീടുകളിലും ഉണ്ട്. അത് നമ്മുടെ ഒരു എന്താ പറയുക, പാരമ്പര്യമാണ്, കസ്റ്റമാണ്. അപ്പോൾ നമ്മളെ വീട്ടിൻ്റെ മുമ്പിലും ഉണ്ട്, നമ്മളെപ്പോഴും വിളക്ക് വെക്കാറുണ്ട്. അങ്ങനെയല്ല, ആ വീടിൻ്റെ സ്ട്രക്ചറൊക്കെയാണ് പറയുന്നത്. മീൻസ് പണ്ട് അമ്മയുടെ വീട് അവിടെയൊക്കെ ഇതുപോലെ ആയിരുന്നു കേട്ടോ. പിന്നെ അതിനിടയ്ക്ക് ഇങ്ങനെ എല്ലാവരും കൂടി ഇവിടെ അതിന് എന്താ പേര് പറയുന്നതെന്ന് എനിക്കറിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങളും ചാടി, നല്ല രസമുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ എടുത്തു കേട്ടോ, പക്ഷെ ഇവിടെ ഇടുന്നില്ല. പിന്നെ നമ്മൾ പോയത് ഈ കോക്കം ജ്യൂസ് ഉണ്ടെന്ന് പറഞ്ഞ് ബോർഡ് കണ്ടിട്ടാണ് കേട്ടോ. അപ്പോൾ ഒരു ജ്യൂസിന് 20 റുപ്പീസോ മറ്റായിരുന്നു. ഇതിൻ്റെ ഉള്ളിൽ കുറേ ലിക്കറൊക്കെ ഉണ്ട്. അത് അവർ കൊടുക്കാൻ വെച്ചതാണോന്നൊന്നും അറിയില്ല. അത് നമ്മുടെ സബ്ജക്റ്റ് അല്ലാത്തത് കൊണ്ട് നമ്മൾ കോക്കം ജ്യൂസ് വാങ്ങി കുടിച്ച് അവിടുന്ന് ഇറങ്ങി. വലിയ ടേസ്റ്റൊന്നും ഉണ്ടായിരുന്നില്ല. ഇങ്ങനെ ഈ ക്യാനിലൊക്കെ കിട്ടാറുണ്ട്. അത് നമ്മൾ വീട്ടിൽ വെച്ചുണ്ടാക്കുമ്പോൾ നല്ല രസം ഉണ്ടാവും കേട്ടോ. അത് നമുക്ക് മാംഗ്ലൂരിൽ നിന്നൊക്കെ കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഗോവയിൽ നിന്ന് വീണ്ടും വാങ്ങാനൊന്നും പോയില്ല. ഇവിടെ പിന്നെ അവർ വോയിസിൽ ഇവിടെ എന്തൊരു ചരിത്രം പറയുന്നുണ്ട് കേട്ടോ ഗോവയിൽ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഈ ടിക്കറ്റിൻ്റെ തിരക്കിലായതുകൊണ്ട് അധികം ഒന്നും വായിക്കാനൊന്നും പോയില്ല. ആക്ച്വലി കഴിഞ്ഞ തവണ വന്നപ്പോഴും വേദിയ ചെറുതായിരുന്നുകൊണ്ട് ശരിക്കും എനിക്ക് ഇതൊന്നും വായിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇതിൻ്റെ ഉള്ളിൽ ഞാൻ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ജസ്റ്റ് വീഡിയോ എടുത്തു. ഇതിൻ്റെ ഉള്ളിലൊരു ചെറിയൊരു അമ്പലം പോലെ ഉണ്ട്. അവിടെ പോയിട്ട് കുട്ടികളൊക്കെ അതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഈ മയിലിനെ കാണുമ്പോൾ അത് ശരിക്കും റിയൽ പോലെ ഉണ്ടല്ലേ.
പിന്നെ ഇവിടുന്ന് നെക്സ്റ്റ് പോയത് വേറൊരു ഗുഹേൻ്റെ ഉള്ളിലാണ് കേട്ടോ. നല്ല തണുപ്പാണ് ഇതിൻ്റെ ഉള്ളിൽ. ശരിക്കും പറഞ്ഞാൽ ഈ ബിഗ് ഫുട്ടിൻ്റെ ഉള്ളിൽ വന്ന ശേഷം ചൂടറിഞ്ഞിട്ടില്ല കേട്ടോ. കുറച്ചൊരു തണുത്ത തണുപ്പല്ല, കുറച്ചൊരു എന്താ പറയുന്നത്, കാം അറ്റ്മോസ്ഫിയർ ആയിട്ട് തോന്നി. ഇവിടുത്തെ കാഴ്ചകളൊക്കെ ശരിക്കും ഉണ്ടല്ലോ, നല്ലൊരു ഫോട്ടോസൊക്കെ എടുക്കാനുള്ള ബാക്ക്ഗ്രൗണ്ട് ഉള്ളതാണ് കേട്ടോ. അപ്പോൾ നമുക്കിങ്ങനെ കവർ പിക്ചറൊക്കെ ആക്കി വെക്കാൻ പറ്റിയ ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയ സ്ഥലമാണ്. അതിനിടയ്ക്ക് കുട്ടികൾ ഈ ചോട്ടാ ഭീമിൻ്റെ ഇതിലൊക്കെ നിന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു. ഇത് സന്ത് മീരാബായിൻ്റെ സ്കൾപ്ചറാണ് കേട്ടോ. മീരാബായിനെ അറിയാത്ത ആരും ഉണ്ടാവില്ല. അവരൊരു കൃഷ്ണഭക്തയായിരുന്നു. അവരുടെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കിയൊരു സ്കൾപ്ചറാണ് കേട്ടോ. ഇത് ഏകദേശം ഒരു 30 ഇയേഴ്സ് ആയി ഈ സ്കൾപ്ചർ ഉണ്ടാക്കിയിട്ടെന്നാണ് കേട്ടത്. അപ്പോൾ ഈ ബിഗ് ഫുട്ടിൻ്റെ മെയിൻ ആകർഷണമാണ് ഈ സ്കൾപ്ചർ. ആക്ച്വലി ആൾക്കാർ ഇത് കാണാൻ വരുന്നത് കേട്ടോ. ഗോവയുടെ ഒരു പ്രധാന ആകർഷണമാണ്. ശരിക്കും പറഞ്ഞാൽ ഈ ഒരു മ്യൂസിയം ഗോവയുടെ കൾച്ചറിനെ ലോകത്തിന് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്ന ഇതാണ്. ഗോവയുടെ ആക്ച്വൽ ഗോവ എന്താണ്, നമ്മൾ ഈ പാർട്ടിയിങ്ങും ഇതും മാത്രമല്ല, ബീച്ച് ലൈഫും മാത്രമല്ല ഗോവ, എന്താണ് ഗോവ എന്ന് ശരിക്കും ആൾക്കാരെ കാണിക്കാൻ വേണ്ടിയിട്ടുള്ള മ്യൂസിയമാണ്. കുട്ടികളെ കൊണ്ട് ഉറപ്പായിട്ടും കൊണ്ടുപോകണം കേട്ടോ. നിങ്ങൾ പോവുകയാണെങ്കിൽ, ഗോവയിൽ പോവുകയാണെങ്കിൽ ഒരിക്കലെങ്കിലും പോകണം. പിന്നെ അവിടുന്ന് പിന്നെ പോയത് ഈ മാലയൊക്കെ വിൽക്കുന്ന വേറൊരു ഷോപ്പാണ്. എനിക്കിത് ഈ മാല ഭയങ്കര ഇഷ്ടമായിട്ടോ. അപ്പോൾ അത് ഞാൻ വാങ്ങി. ശരിക്കും പറഞ്ഞാൽ എന്തിനാണ് വാങ്ങുന്നതെന്ന് ചോദിച്ചാൽ, ഞാൻ ഈ ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അതിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഓരോ വാങ്ങും. ഈ ഊട്ടി പോകുമ്പോഴും, പിന്നെ കൂർഗിൽ പോയപ്പോഴും, പിന്നെ വയനാട്ടിൽ ആദ്യമായിട്ട് പോയപ്പോഴും, ഗോവയിൽ ആദ്യമായിട്ട് പോയപ്പോഴും ആ സമയത്തൊക്കെ വാങ്ങിയിട്ടുണ്ട്. ഇത്തവണയും ഞാൻ വാങ്ങിയിട്ടോ. അപ്പോൾ അതൊക്കെ സൂക്ഷിച്ച് വെക്കും കേട്ടോ. ആദ്യമായിട്ട് വാങ്ങിയതും ഒക്കെ കയ്യിലുണ്ട്. അത് മീൻസ് കല്യാണം കഴിഞ്ഞ് ആദ്യമായിട്ട് പോയ സമയത്ത് മുതൽ തുടങ്ങിയതാണ് ഈ ഒരു മാലയൊക്കെ വാങ്ങുന്ന ഭ്രാന്ത്. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞു കേട്ടോ. ഇവിടെ അങ്ങനെ ബിഗ് ഫുട്ടിൻ്റെ അവസാന പദങ്ങളിലെത്താണ്. ഇവിടെ എന്തോ ഒരു ലൈം ജ്യൂസ് വിൽക്കുന്ന ഷോപ്പാണ്. അപ്പോൾ അയാളിങ്ങനെ വിളിക്കുന്നുണ്ട്. ഇവിടുന്ന് വാങ്ങാൻ പോയില്ല. ആക്ച്വലി ലേറ്റ് ആവുന്നെന്ന് പറഞ്ഞിട്ട് പോവായിരുന്നു കേട്ടോ. ആക്ച്വലി സമയം 12:30 ആയതേ ഉള്ളൂ. ഈ ഒരു സ്ഥലത്ത് വെച്ച് ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തിട്ടോ. നല്ല രസമുണ്ടല്ലേ. അങ്ങനെ ബിഗ് ഫുട്ടിനോട് നമ്മൾ യാത്ര പറയാൻ പോവുകയാണ്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കുട്ടികളെയും കൊണ്ടൊക്കെ വരാൻ പറ്റിയ സ്ഥലമാണ്. അപ്പോൾ ഈ കുട്ടികളെയും കൊണ്ട് ഗോവയിലൊക്കെ സ്കൂൾ ട്രിപ്പൊക്കെ പോകുമ്പോൾ അവരെ കാണിക്കാൻ പറ്റിയ സ്ഥലമാണ്. ഞങ്ങൾക്കും ഇഷ്ടമായി. ഞങ്ങൾ കുറേ ഫോട്ടോസ് എടുത്തു കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് പോവുകയാണ്. അങ്ങനെ ഞാൻ ഈ കുറേ വീഡിയോസ് എടുത്തിട്ടുണ്ട്, കുറച്ചൊക്കെ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക. ഇത് കുറച്ച് ലോങ് വീഡിയോ ആണ്. സംസാരം കുറച്ച് ബോറാവുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. അപ്പോൾ എല്ലാം ഒന്ന് ഇൻക്ലൂഡ് ചെയ്യാൻ നോക്കിയതാണ്. താങ്ക്